Dear students, good morning. നമ്മൾ ഇന്നലെ പറഞ്ഞിരുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള രണ്ട് പ്രധാനപ്പെട്ട കൺസെപ്റ്റ് ആയിരുന്നു അഗ്രിഗേഷൻ ആൻഡ് ഡിസ്പേഴ്സൽ. അപ്പൊ ഡിസ്പേഴ്സൽ ആയിരുന്നു നമ്മൾ ലാസ്റ്റ് പറഞ്ഞത്. ഇതായിരുന്നു നമ്മൾ ലാസ്റ്റ് പറഞ്ഞിട്ടുള്ള പോയിന്റ്. നമുക്കറിയാം പല തരത്തിലുള്ള ഡിസ്പേഴ്സൽ ഉണ്ട്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ആസ് ഫാർ ആസ് ആൻ ആനിമൽ ഈസ് കൺസേൺഡ്, എക്കോളജിക്കലി നമ്മൾ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ആനിമലിന്റെ ബേസിലാണ് നമ്മൾ ഡിസ്പേഴ്സൽ പറയുന്നതെങ്കിൽ നമുക്ക് ഇങ്ങനെ പറയാം. ഒരു ഫസ്റ്റ് വൺ, that is jumped dispersal. Jump dispersal എന്ന് പറയുന്നൊരു കൺസെപ്റ്റ് ഉണ്ട്. എന്താണ് ഈ ജമ്പ് ഡിസ്പേഴ്സൽ? ലോങ് ഡിസ്റ്റൻസ് ഓവർ ഇൻഹോസ്പിറ്റബിൾ ഹാബിറ്റാറ്റ്. അത് എന്താണ് ഡിസ്പേഴ്സൽ നമുക്കറിയാം. അതിൽ ലോങ് ഡിസ്പേഴ്സൽ എന്ന് പറയുന്നത് ഒരു ലോങ് ഡിസ്റ്റൻസിലുള്ള ഒരു ഹോസ്പിറ്റബിൾ ഹാബിറ്റാറ്റ് ഉണ്ടാക്കുക എന്നുള്ളതാണ്. ഓക്കെ, ഇൻഹോസ്പിറ്റബിൾ ഹാബിറ്റാറ്റ് മോസ്റ്റ്ലി ബൈ വൊലാൻഡ് ഓർഗാനിസം. വൊലാൻഡ് ഓർഗാനിസം എന്ന് പറയുന്നത് നമ്മുടെ ഈ പറയുന്ന കാർബോണിഫറസ് പീരീഡിലുള്ള വളരെ പ്രധാനപ്പെട്ട ഡിനോസേഴ്സ് അടക്കമുള്ള ആ ഗ്രൂപ്പിൽ വരുന്ന ആൾക്കാരാണ്. എക്സാമ്പിൾ ഐസ്ലാൻഡ് ബയോഗ്രഫി. അപ്പൊ നമ്മളൊരു എക്കോളജിക്കലി ഐസ്ലാൻഡിനെ എടുത്തു നോക്കാം. ഐസ്ലാൻഡ് നമുക്കൊരു ഒറ്റപ്പെട്ട സ്ഥലങ്ങളാണ്. ബാറ്റ്സ് ആർ ഓഫൺ കോമൺ ഐസ്ലാൻഡ് ഇൻഹാബിറ്റൻസ്. സാധാരണ അവിടെ ബാറ്റ്സ് ആയിരിക്കും കോമൺ ആയിട്ടുള്ള ഇൻഹാബിറ്റന്റ് ആയിട്ടുണ്ടാവുക. നോൺ വാലന്റ്, ദാറ്റ് ഈസ് നോൺ ഫ്ലൈയിങ് മാമൽസ്, amphibians, freshwater fish and other forms are typically Iceland population. ഇതൊക്കെ അതിന്റെ കൂടെയുള്ള ചില അഡീഷണൽ ആയിട്ടുള്ള പോപ്പുലേഷൻ ആണ്. അപ്പൊ ഇവിടെ നമ്മളൊരു ഒരു ജംപ് ഡിസ്പേഴ്സലിന്റെ ബേസിൽ നമ്മൾ പറയുമ്പോൾ ജംപ് മീൻസ് വി ക്യാൻ സേ ദാറ്റ് ഒരു വലിയ ഗ്രൂപ്പ് ഓഫ് ആൾക്കാർ അവിടെ വന്ന് സെറ്റിൽ ചെയ്യുന്നു എന്നുള്ളതാണ് അതിനെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കൺസെപ്റ്റ്. എന്താണ് ഡിസ്പേഴ്സൽ എന്നുള്ളത് നിങ്ങൾ മറന്നു. അത് ഡിസ്പേഴ്സൽ ഈസ് ബേസിക്കലി an ecological process which is an adaptive part of life history of every species. ഒരു അഡാപ്ഷൻ ആണ്. ഓക്കെ, അപ്പൊ ഈ പറയുന്ന ഐസ്ലാൻഡിൽ അഡാപ്റ്റ് ചെയ്തിട്ടുള്ള ആളുകളാണ് ഈ പറഞ്ഞ ബാറ്റ്സും അതുകൂടാതെ മറ്റുള്ള ആംഫീബിയൻസും. ഫോർ എക്സാമ്പിൾ ജയന്റ് ടോർട്ടോയ്സിനെ നമ്മളൊന്ന് എടുത്തു നോക്കുക. ജയന്റ് ആയിട്ടുള്ള ടോർട്ടോയ്സ് നമുക്കറിയാം, വലിയ നമ്മളിപ്പോ ഇതുവരെ കണ്ടിരിക്കുന്ന ടോർട്ടോയ്സ് വളരെ ചെറുതാണ്. ബട്ട് വി ക്യാൻ സേ ദാറ്റ് വലിയ തരത്തിലുള്ള ഓർഗാൻസ്, ഇപ്പൊ ഡിനോസറിനെ പറഞ്ഞു, ആന പറഞ്ഞു, അങ്ങനെ വലിയ വലിയ ആൾക്കാരെ പോലെ തന്നെ ജയന്റ് ആയിട്ടുള്ള ടോർട്ടോയ്സ് നമ്മുടെ നാട്ടിലുണ്ട്, ഈ പെർട്ടിക്കുലർ പ്ലേസിലുണ്ട്. ഈ ജയന്റ് ടോർട്ടോയ്സിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ they are coming under the category of jump dispersal. He is the inhabitant of Galapagos Island, but it mostly arriving as waifs or natural rats of vegetation caused adrift by violent storm. അപ്പൊ സ്വാഭാവികമായിട്ട് അവര് വേറെ വരുന്നതാണ്. ഈ സ്ഥലത്തിലോട്ട് അവർ വരും. പക്ഷെ ദേ ആർ ഒരു ജമ്പ് നടത്തിയിട്ടാണ് ഡിസ്പേഴ്സൽ ഉണ്ടാവുന്നത്. അതായത് വേറൊരു സ്ഥലത്ത് നിന്ന് അവർ ഇങ്ങോട്ട് വരികയാണ്. കാരണം എന്താണ്? മോസ്റ്റ്ലി അറൈവിംഗ് ആസ് വാഫ് ഓൺ നാച്ചുറൽ റാപ്സ്. നാച്ചുറൽ റാപ്സിന്റെ ഭാഗമായിട്ട് അവർ വേറൊരു സ്ഥലത്ത് നിന്ന് പുതിയൊരു സ്ഥലത്തോട്ട് വരികയും അവിടെ അവരത് സെറ്റിൽ ആവുകയും ചെയ്യുന്നു. അവിടെ അത് ഡിസ്പേഴ്സ് ചെയ്തിട്ട് അവിടെ അവർ എസ്റ്റാബ്ലിഷ് ആവുകയും ചെയ്യുന്നുണ്ടെങ്കിൽ ദാറ്റ് ഈസ് വാട്ട് ഈസ് കോൾഡ് ജമ്പ് ഡിസ്പേഴ്സൽ. ഇനി വേറെ നമുക്കറിയാം ഡിഫ്യൂഷൻ. വേറൊരു കൺസെപ്റ്റ് ഓഫ് ഡിഫ്യൂസൽ ആണ്. ഇറ്റ് ഈസ് മച്ച് സ്ലോവർ ഫ്രം ദ റേഞ്ച് ഓഫ് എക്സ്പാൻഷൻ ദാൻ ജംപ് ഡിസ്പേഴ്സൽ. ഇറ്റ് ഈസ് മച്ച് സ്ലോവർ ഫ്രം ഫോം ഓഫ് റേഞ്ച് എക്സ്പാൻഷൻ ദാൻ ജംപ് ഡിസ്പേഴ്സൽ. അപ്പോൾ ഒരു ജംപ് ഡിസ്പേഴ്സലിനേക്കാളും വേറൊരു ഒരു കാറ്റഗറിയിൽ വരുന്ന ഒരു പാറ്റേൺ ആണ്. ഇറ്റ് ഈസ് മച്ച് സ്ലോവർ ഫോം ഓഫ് റേഞ്ച് എക്സ്പാൻഷൻ ദാൻ ജംപ് ഡിസ്പേഴ്സൽ. It involves not just individual but population. It involves not just individual but population. ഇതൊരു ഇൻഡിവിജ്വൽ അല്ല, ഒരു പോപ്പുലേഷനെയാണ് ഇത് എഫക്ട് ചെയ്യുന്നത്. എക്സാമ്പിൾ ഹൗസ് പാരോ, റെഡ് ഫോക്സ്, കാറ്റിൽ എഗ്രറ്റ്, ആർമിഡോലോ, ദെൻ പർപ്പിൾ ലോസ്, അങ്ങനെയുള്ള പലതരത്തിലുള്ള ആൾക്കാരാണ് ഈ ഒരു കാറ്റഗറിയിൽ വരുന്ന ഡിസ്പേഴ്സലിന്റെ ആൾക്കാർ. ഓക്കെ, ഇറ്റ്സ് എ മച്ച് സ്ലോവർ ഫോം ഓഫ് റേഞ്ച് ഓഫ് എക്സ്പാൻഷൻ. വളരെ ചെറിയ രീതിയിലായി ഇത് നടക്കും. നാറ്റീവ് ടു ആഫ്രിക്ക, കാറ്റിൽ എഗ്രറ്റ്, then colonized in northeast part of South America in the late 1800. അപ്പൊ 80s വളരെ പ്രധാനപ്പെട്ട ചില ആൾക്കാർ ഈ രീതിയിൽ എന്ത് ചെയ്തിട്ടുണ്ട്? ഡിസ്പേഴ്സൽ നടത്തിയിട്ടുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞ പോയിന്റ് നമ്മൾ മനസ്സിലാക്കേണ്ടത് പലതരത്തിലുള്ള ഡിസ്പേഴ്സൽ നമുക്ക് ഫീൽ ചെയ്യും. അതിൽ ജമ്പ് ഡിസ്പേഴ്സൽ ആണ് എന്ന് പറയുന്നത് ഒരു ടൈപ്പ് ഓഫ് ഡിസ്പേഴ്സൽ ആണ്, ഒരു ടൈപ്പ് ഓഫ് എസ്റ്റാബ്ലിഷ്മെന്റ് ആണ്. ദെൻ അനദർ വൺ ഡിഫ്യൂഷൻ, അതിലേക്ക് ഇഴുകിച്ചേരുക എന്നുള്ളതാണ്. അങ്ങനെ ഉണ്ടല്ലോ. ഇപ്പൊ നമ്മള് ഇപ്പൊ ബീഹാറുകാര് നമ്മുടെ നാട്ടിൽ വന്നിട്ട് ഇവിടുത്തെ സിസ്റ്റത്തിലോട് വന്നിട്ടുണ്ട്. ഇപ്പൊ നമ്മുടെ നാട്ടിൽ വന്നിട്ട് ബീഹാറിലെ ആൾക്കാർ ഇവിടെ സെറ്റിൽ ആയ ആൾക്കാർ, സ്ഥലം വാങ്ങി ഉള്ള ആൾക്കാർ, ഇവിടുത്തെ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾ, ദാറ്റ് ഈസ് വാട്ട് ഈസ് കോൾഡ് ഡിഫ്യൂഷൻ. So the same thing is happening in the case of ecology, that is called diffusion
dispersal. Then another one is called secular migration. What is actually secular migration? It occurs very slowly. വളരെ സ്ലോ ആയിട്ടുള്ള മൈഗ്രേഷൻ ആണ്. ലോയിസ് മാഷൻ ഫസ്റ്റ് കോയിൻ ദ ടേം ഇൻ 1954. സെക്യുലർ ആണ്, വളരെ സെക്യുലർ എന്ന് വെച്ചാൽ എന്താണ്, നമ്മൾ അതിന്റെ മീനിങ് നമുക്കറിയാം, ലിറ്ററൽ മീനിങ്. ബഫോൺ hypothesized that most life originated in northern region of old world, then they spread to new world. അപ്പൊ ഇത് ഒരു സെക്യുലർ ആയിട്ടുള്ള വേറെ ഇപ്പോ നമുക്കറിയാലോ, ഇപ്പൊ അറേബ്യൻ കൺട്രീസില് അങ്ങനെയുള്ള യൂറോപ്യൻ കൺട്രീസിനെയൊക്കെ ബ്രേക്ക് ചെയ്തുകൊണ്ട് ചില ഓർഗാനിസംസ് പല സ്ഥലത്തേക്കും സ്പ്രെഡ് ചെയ്യാറുണ്ട്. നമ്മളെ സംബന്ധിച്ചോളം ഈ ഒട്ടകം എന്ന് പറയുമ്പോൾ നമ്മൾ അറേബ്യൻ കൺട്രീസ് നമ്മൾ ഓർത്തത്, ഈജിപ്തിലുണ്ട് അല്ലെ, അങ്ങനെയുള്ള അത്തരത്തിലുള്ള മിഡിൽ ഈസ്റ്റ് കൺട്രീസിൽ, മിഡിൽ ഈസ്റ്റ് എന്ന് നമ്മൾ അതിന് പറയാം, മിഡിൽ ഈസ്റ്റ് കൺട്രീസ്, യൂറോപ്യൻ കൺട്രീസ്. അപ്പൊ മിഡിൽ ഈസ്റ്റ് കൺട്രീസിൽ വളരെ പ്രധാനമായിട്ടും ഇത്തരത്തിലുള്ള ആൾക്കാർ സെറ്റിൽമെന്റ് നടത്തിയിട്ടുണ്ട്. ദാറ്റ് ഈസ് വാട്ട് ഈസ് കോൾഡ് സെക്യുലർ മൈഗ്രേഷൻ ഓർ സെക്യുലർ ഡിസ്പേഴ്സൽ. Then എന്താണ് യഥാർത്ഥത്തിൽ ഡിസ്പേഴ്സലിന്റെ മെക്കാനിസം? What is actually the mechanism of dispersal? Two type of mechanism. First one is called active dispersal. Those species have a capacity to travel long distance under their own power. Those species have a capacity to travel long distance under their own power. ഒരു ചില ഫിഷുകൾ, അതായത് ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് ഡിസ്പേഴ്സൽ ആവുകയാണ്. ഡിസ്പേഴ്സ് ചെയ്യാന്ന് പറയാനല്ലോ, ഡിസ്പേർഷൻ. ഓക്കെ, അവിടെ വന്ന് എസ്റ്റാബ്ലിഷ് ആവുക. അതായത് ഒരു സ്ഥലത്ത് നിന്ന് ലോങ് ലെവലിലേക്ക് യാത്ര. ചില പക്ഷികളുണ്ട് അല്ലെ, അവർ ആഫ്രിക്കയിൽ നിന്ന് വന്ന് ഒരു പക്ഷേ നമ്മൾ തളിപ്പറമ്പിന് തൊട്ടടുത്തുള്ള പഴയങ്ങാടിയിലെ മാടായിപ്പാറയിൽ വരും, ഒരു 6 മാസം അവിടെ നിൽക്കും. Then they will escape. That is what is called long distance travel. That is called active dispersal. Okay, usually travel hundreds or thousands of kilometers during their seasonal migration. അവര് ജീവിതത്തിലെ പ്രധാനമായിട്ട് അവർ യാത്രകൾ തന്നെയാണ്. ഒരൊറ്റ യാത്ര, അങ്ങനെ ആകാശത്തിലൂടെ ഒരുപാട് നേരം യാത്ര ചെയ്യുന്ന പക്ഷികളാണ്. നമ്മളിനി പറയാം ദേശാടന പക്ഷികൾ എന്ന് പറയാം. Storm flies, birds, bats, large insects. All these are coming under this category. Some non-volant animal are also able to disperse by walking or swimming. ചില ആൾക്കാര് ചില സമയത്ത് വാക്കിംഗ്, സ്വിമ്മിങ് വഴിയൊക്കെ ഈ ലെവലിൽ ഡിസ്പേഴ്സൽ നടത്താറുണ്ട്. അപ്പൊ ഡിസ്പേഴ്സൽ മീൻസ് ഒരു സ്ഥലത്ത് നിന്ന് വേറൊരു സ്ഥലത്തേക്ക് പോവുക, അവിടെ എസ്റ്റാബ്ലിഷ് ആവുക. അതേസമയം ചില ആൾക്കാര് ഇങ്ങനെ യാത്ര മാത്രമാണ്, അവരെ ഒരിക്കലും എവിടെയും സെറ്റിൽ ആവില്ല. ഇങ്ങനെ യാത്ര ചെയ്ത് ദേശാടനം നടത്തുന്ന പക്ഷികൾ നമുക്കറിയാം. ദാറ്റ് ഈസ് വാട്ട് ഈസ് കോൾഡ് ആക്റ്റീവ് ഡിസ്പേഴ്സൽ. അതൊരു വളരെ പ്രധാനപ്പെട്ട ഡിസ്പേഴ്സലിന്റെ മെക്കാനിസം. Then golden plows breed in Arctic and winter in southern and South America, southern Asia, Australia and the Pacific Island. Migrating individuals regularly fly non-stop from Alaska to have a distance of 4,000. ഇപ്പൊ അലാസ്ക എന്ന് പറയുന്ന, ദിസ് ഈസ് വെരി പോപ്പുലർ. നമ്മളെ കോളേജിൽ ഒരു മുൻ പ്രിൻസിപ്പാൾ ഉണ്ടായിരുന്നു, ഡോക്ടർ ഖലീൽ ചൊവ്വ എന്ന് പറഞ്ഞു. അദ്ദേഹം സർ സെയ്ദ് ഇൻസ്റ്റിറ്റ്യൂട്ടിലെ പ്രിൻസിപ്പാളാണ്. അദ്ദേഹത്തിന് സ്ഥിരം ഫേസ്ബുക്ക് പേജ് നമ്മൾ നോക്കുകയാണെങ്കിൽ അദ്ദേഹം എല്ലാ ദിവസവും ഓരോ പക്ഷികളിടും. ഇത് അദ്ദേഹം ഇട്ടിട്ടുണ്ടായിരുന്നു. ഇത് അലാസ്ക എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് ഹവാലി എന്ന് പറയുന്ന രാജ്യത്തേക്ക് മറ്റൊരു സ്ഥലത്തേക്ക് പോകും. എത്ര 400 കിലോമീറ്റർ ഒറ്റ സ്ട്രെച്ചിൽ ഇങ്ങനെ യാത്ര ചെയ്യാണ്. 4000 കിലോമീറ്റർ നിങ്ങൾ ആലോചിച്ച് നോക്കി, എത്ര കിലോമീറ്റേഴ്സ് ഉണ്ട് അല്ലെ? അപ്പൊ നമുക്ക് ഇവിടെ ട്രിവാൻഡ്രത്തേക്ക് ഓൾമോസ്റ്റ് 800 കിലോമീറ്റേഴ്സ് ആണുള്ളത് തളിപ്പറമ്പിൽ നിന്ന്. അപ്പോൾ ഡൽഹിയിലേക്ക് ഉള്ള കിലോമീറ്റർ അതിനേക്കാൾ ഒറ്റ സ്ട്രെച്ചിൽ യാത്രയാണ് അല്ലെ, ആകാശത്തിലൂടെ. ദാറ്റ് ഈസ് വാട്ട് ഈസ് കോൾഡ് ഡിസ്പേഴ്സൽ, ആക്റ്റീവ് ഡിസ്പേഴ്സൽ. ഒരു സ്ഥലത്ത് നിന്ന് ഒറ്റ സ്ഥലത്തേക്ക്. ദാറ്റ് ഈസ് ഓൾസോ കമ്മിങ് അണ്ടർ ദ കാറ്റഗറി കോൾഡ് ഡിസ്പേഴ്സൽ. ഓക്കെ, ഇത് വളരെ പോപ്പുലർ ആണ് ഈ പറയുന്ന പക്ഷി. ദെൻ അപ്പൊ ആക്റ്റീവ് ഡിസ്പേഴ്സൽ നമ്മൾ പറഞ്ഞു. ഇനി പാസീവ് ആയിട്ടുള്ള ഡിസ്പേഴ്സൽ ഉണ്ട്. നമ്മൾക്ക് സാധാരണ സീഡ് ഡിസ്പേഴ്സൽ നമ്മൾ പഠിച്ചിട്ടുണ്ടാവും അല്ലെ, സീഡ് ബ്രേക്ക് ചെയ്യുന്നതിനെയും നമ്മൾ ഡിസ്പേഴ്സൽ എന്ന് പറയും. So what is actually called passive dispersal? Vast majority of organisms disperse largely or slowly or by this process solely. അത് ഒന്നിച്ചുകൊണ്ടോ അല്ലെങ്കിൽ വളരെ ചെറിയ രീതിയിലോ ഇത്തരത്തിലെ ചില ഓർഗാനിസംസ് യാത്ര ചെയ്യാൻ, ഡിസ്പേഴ്സ് ചെയ്യാൻ. Agents like wind and water help to disperse diaspores such as sweet, spores, fruits, pollen, etc. Pollen ആണ് pollen. It's not pollen, it is pollen. Insect, rodents, birds may carry
fallen seed from one place to another. Wadding birds often carry seeds or eggs in the mud they rides. അപ്പോൾ ഞാൻ ഡീറ്റെയിലേക്ക് പോകുന്നില്ല, നമ്മൾ പറഞ്ഞ പോയിന്റ് ഇത്രയേ ഉള്ളൂ. വളരെ ചെറിയ രീതിയിലും യാത്ര ചെയ്തുകൊണ്ട് നേരത്തെ 4000 കിലോമീറ്റർ ഒറ്റ സ്ട്രെച്ചിൽ യാത്ര ചെയ്യുന്ന പക്ഷികളെ നമ്മൾ പറഞ്ഞു. ബട്ട് ഇവിടെ നമ്മൾ പറയുന്നത് കുറച്ച് സമയം എടുത്തിട്ട് ഒരുപാട് ദൂരം യാത്ര ചെയ്ത് അവസാനം അവരുടെ ലക്ഷ്യസ്ഥാനം, അവരുടെ ജീവിതം തന്നെ ചിലപ്പോൾ ഒരു പക്ഷെ യാത്രയായിരിക്കും. അങ്ങനെ യാത്ര ചെയ്ത് ജീവിതത്തിൽ ഉടനീളം സ്ലോലി യാത്ര ചെയ്ത് പോകുന്ന ആൾക്കാരുണ്ട്. ദാറ്റ് ഈസ് വാട്ട് ഈസ് കോൾഡ് പാസീവ് ഡിസ്പെർഷൻ. Seeds of fruit may be carried in the digestive tracts of animal. Different types of fungi, microbe also dispersed by birds, bats as well as large animal. Many organisms employ other organisms for long distance transport. This process is called forestry. This is not forestry, that is called forestry. That is, many organisms employ other organisms for long distance transport. അല്ലെ, പല വേറെ ആൾക്കാരുടെ സപ്പോർട്ടിൽ യാത്ര ചെയ്യുന്ന ആൾക്കാരുണ്ട്. മെനി ഓർഗാനിസം എംപ്ലോയ് അതർ ഓർഗാനിസം, മറ്റുള്ള ഓർഗാനിസത്തിന് അവർ എംപ്ലോയി ആയിട്ട് എടുക്കുന്നു, തൊഴിലാളിയായിട്ട്. എന്ത് ചെയ്യും, ഒരു യാത്ര നടത്തും. അങ്ങനെയുള്ള ആൾക്കാരുണ്ട്. ചിലപ്പോൾ ചില പക്ഷിന്റെ മുകളിൽ ചില ഉറുമ്പുകൾ, അല്ലെ, ചില ആനിമൽസിന്റെ കൂടെ ചില ആൾക്കാർ, അല്ലെ, ചില ആൾക്കാർ യാത്ര ചെയ്യുമ്പോൾ അതിന്റെ കൂടെ ചില പക്ഷികളും കയറിയിരിക്കാറുണ്ട്. ലൈക്ക് വൈസ്, ദാറ്റ് ഈസ് കോൾഡ് പാസീവ് ഡിസ്പെർസൽ. ബയോട്ടിക് എക്സ്ചേഞ്ച് ആൻഡ് ഡിസ്പേഴ്സൽ റൂട്ട്. എന്താണ് ബയോട്ടിക് എക്സ്ചേഞ്ചും ഡിസ്പേഴ്സൽ റൂട്ടും എന്ന് പറയുന്ന കൺസെപ്റ്റ്? കോറിഡ്സ് എന്ന് പറയുന്ന കോറിഡോസ്, ദാറ്റ് ഈസ് വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ് കൺസെപ്റ്റ്. വാട്ട് ഈസ് കോറിഡോസ് ആൻഡ് വാട്ട് ഈസ് ഫിൽറ്റർ? ദിസ് ആർ ദ ടു ഇമ്പോർട്ടന്റ്. പലപ്പോഴും നമ്മുടെ UGC ഒക്കെ വരാൻ സാധ്യതയുള്ള ഒരു എക്കോളജി ബേസ്ഡ് ക്വസ്റ്റ്യൻ ആണ്. വാട്ട് ഈസ് കോറിഡോസ്? It is a dispersal route that permit the movements of many or most species of a particular taxon from one region to another. Okay, അതിന് ഏറ്റവും പോപ്പുലർ ആയ എക്സാമ്പിൾ നമ്മൾ പറയുന്നത് ബീറിംഗ് ലാൻഡ് ബ്രിഡ്ജ്. അതായത് ഡിസ്പെർസൽ റൂട്ട് that permits the movements of many of most species of a particular taxon. ഒരു പർട്ടിക്കുലർ റൂട്ടാണ്. ആ റൂട്ട് കുറെ ആൾക്കാരെ യാത്ര ചെയ്യാൻ വേണ്ടി സഹായിക്കുന്നു. That is what is called corridors. Then what about filter? A filter is a dispersal route that exercises some selection over the type of organism that can pass through it. അതായത് ഒരു ഫിൽട്രേഷൻ നടത്തുന്നത്, എല്ലാവരെയും കരുത്തില്ല. ഒരു പാസ് ഉണ്ട്. ഇവ തളിപ്പറമ്പിൽ നിന്ന് ഒരു യാത്ര പുറപ്പെടുന്ന ഒരു സ്ഥലമുണ്ട്, അവിടെ ഒരു ഗേറ്റ് ഉണ്ട്. ആ ഗേറ്റിൽ നിന്ന് ഇന്ന ടിക്കറ്റ് എടുത്ത ആൾക്കാരൊക്കെ പോയിക്കോളൂ എന്ന് പറയുന്ന ഒരു ഫിൽട്രേഷൻ നടത്താറുണ്ട്. ദാറ്റ് ഈസ് കോൾഡ് ഫിൽട്ടർ ഡിസ്പെർസൽ. എക്സാമ്പിൾ അറേബ്യൻ സബ് കോണ്ടിനെന്റ്. അപ്പോൾ കോറിഡോസ് എന്ന് പറയുന്നത് ചില ആൾക്കാരെ മാത്രം ഡിസ്പെർസൽ റൂട്ട് ദാറ്റ് പെർമിറ്റ് ദ മൂവ്മെന്റ്സ് ഓഫ് മെനി ഓഫ് മോസ്റ്റ് സ്പീഷീസ്. ആരെയും പെർമിറ്റ് ചെയ്യുന്നു. ദർ ഇസ് നോ റെസ്ട്രിക്ഷൻ അറ്റ് ഓൾ. ബട്ട് ഇൻ ദ കേസ് ഓഫ് ഫിൽട്ടർ ദർ ഇസ് എ ക്ലിയർ കട്ട് റെസ്ട്രിക്ഷൻസ് വെദർ ഇറ്റ് ഈസ് travel or non-travel. അതായത് based on a particular conditions that may allow to travel. അതായത് അതിന്റെ ഒരു പെർമിഷന്റെ ബേസിൽ മാത്രമേ ഇത്തരം ആൾക്കാരെ യാത്ര ചെയ്യാൻ വേണ്ടി അവർ സമ്മതിക്കൂ. Then another important concept, that is sea-spaced routes. എന്താണ് sea-spaced route? Sea-spaced dispersal refers to the crossing of barriers by rare chance events. അല്ലെ, അതായത് സ്വാഭാവികമായിട്ട് ഒരു ബാരിയർ ഉണ്ടാവും. പലതരത്തിലുള്ള ബാരിയേഴ്സ് അവർ ഉണ്ടാക്കും. യാത്രയിൽ ചിലപ്പോൾ ബ്ലോക്ക് ഉണ്ടാവും, അല്ലെങ്കിൽ വലിയ മരങ്ങൾ വീണിട്ടാവും യാത്രക്ക്. പക്ഷെ അങ്ങനെയുള്ള അതിസാഹസികമായിട്ടുള്ള ഏത് സ്ട്രെസ്സും അതിജീവിച്ചുകൊണ്ട് യാത്ര പുറപ്പെടാൻ കഴിയുന്ന ചില കൺസെപ്റ്റ് ഉണ്ട്. ദാറ്റ് ഈസ് കോൾഡ് സീപ്പ് സ്റ്റേക്ക് റൂട്ട്. വാട്ട് ഈസ് കോൾഡ് സീപ്പ് സ്റ്റേക്ക് റൂട്ട്. എന്തൊക്കെ ബാരിയർ? അപ്പൊ നമ്മളിപ്പോ പറഞ്ഞിരിക്കുന്നത് മെക്കാനിസം ആണ്. പല ടൈപ്പ് മെക്കാനിസം പറഞ്ഞു, ആക്റ്റീവ് പറഞ്ഞു, പാസീവ് പറഞ്ഞു, അതേപോലെ തന്നെ നമ്മൾ വേറെയും പലതരത്തിലുള്ള കോറിഡോർസ് പറഞ്ഞു, ഫിൽട്ടർ പറഞ്ഞു. ദെൻ ലാസ്റ്റ് യു കൻ സീ ദ കൺസെപ്റ്റ് ഓൾസോ വി ഹാവ് ഡിസ്കസ്ഡ്. ദെൻ എന്തൊക്കെയാണ് ഇതിലെ ബാരിയേഴ്സ്? വാട്ട് ആർ ദ ഇമ്പോർട്ടന്റ് ബാരിയേഴ്സ്? The nature of long distance dispersal means that organisms often have to survive for period of time to environment that are hostile to them. ഫിസിയോളജിക്കൽ ബാരിയേഴ്സ് ആയിട്ട് കുറെ ആൾക്കാരുണ്ട്. ലാൻഡ്, വാട്ടർ, സലനിറ്റി ഫോർ അക്വാട്ടിക് ഓർഗാനിസം. ചില സമയത്ത് അക്വാട്ടിക് ഓർഗാനിസത്തിന് യാത്ര ചെയ്യാൻ കഴിയില്ല, കാരണം ഉപ്പുവെള്ളം ഉണ്ടാവും. ഇക്കോളജിക്കൽ ആൻഡ് ബിഹേവിയറൽ ബാരിയർ, ചില സമയത്ത് ബിഹേവിയറൽ ബാരിയർ ഉണ്ടാവും. സ്ട്രോങ് ഫ്ലൈസ് ദാറ്റ് വോണ്ട് ഇറ്റ് ക്രോസ്. ചിലപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർക്കൊന്നും ഒരിക്കലും എക്കോളജിക്കൽ ബാരിയേഴ്സ് കൊണ്ട് മുമ്പോട്ട് പോകാൻ കഴിയില്ല. അങ്ങനെ ആ രീതിയിലുള്ള ബാരിയേഴ്സും നമുക്ക് മുമ്പിലുണ്ട്. അപ്പോൾ എന്താണ് ഡിസ്പേഴ്സൽ? What are the type of dispersal? What are the important mechanism of dispersal? What are the important barriers of dispersal? ഇത്രയാണ് നമ്മൾ അഗ്രിഗേഷൻ ആൻഡ് ഡിസ്പേഴ്സൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. താങ്ക് യു.